ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ശോഭ വിശ്വനാഥും അഖിൽമാരെ കുറിച്ചാണ്. അവരെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ അഖിൽമാരും ശോഭ വിശ്വനാഥും. അവിടെ ഉണ്ടാകുന്ന സമയത്ത് അഖിൽമാരാർക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. മാരർ പറയാനുള്ള മാരർ അപ്പോൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർന്നു. അതാണ് പുള്ളിയുടെ പുറത്തിറങ്ങിയ ശേഷം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഒരേ ക്യാരക്ടറാണ്. പക്ഷെ ശോഭ അതല്ല. ശോഭ അത് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ കൂടുതൽ പറയണ്ട. പുറത്തിറങ്ങിയ ശേഷം മാരർ ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടാക്കി, അങ്ങനെ കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ടായി. പക്ഷേ ഇവർ പുറത്തിറങ്ങിയ ശേഷവും ഇപ്പോഴും മാരർ പക സൂക്ഷിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഈ സമ്മാനം കിട്ടും എന്നുള്ള ഇതിലായിരുന്നു ശോഭ വിശ്വനാഥ് ഇരുന്നത്. പക്ഷെ കിട്ടിയില്ല, മാരാർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ദേഷ്യവും വിദ്വേഷം എല്ലാം കൊണ്ട് അങ്ങ് ഇതായി. പിന്നെ കുറച്ച് മാരാരുടെ പുതിയ വീട് ഇതായപ്പോൾ മാരാരുടെ ഫ്ലാറ്റിലേക്ക് ശോഭ വരുമോ ഒക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം പിള്ളേരെ ദ്രോഹിക്കുന്നു പറഞ്ഞൊരു കള്ളക്കേസ് മാരാർ ഉണ്ടാവും, മാരാരുമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അവിടെ മാരാർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പെണ്ണുങ്ങൾ അവിടെ അത് ഇഷ്യൂസൊക്കെ, അതൊക്കെ ശോഭ വിശ്വനാഥ് ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പോഴും അവരുടെ ഇതിലെന്തൊക്കെയോ ഇത് നിഗൂഢമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ശോഭ വിശ്വനാഥ് മാരാരോട് മാത്രമേ കൂടുതലായിട്ട് ദേഷ്യം കാണി. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ശോഭ വിശ്വനാഥ് എവിടെയാണെന്ന് ചോദിച്ചാൽ അവരവരുടേതായ ബിസിനസ്സും മാരാരുടേതായ കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. മാരാർ അതൊരു സിനിമയുടെ ഒരു ഇതിലാണ് നടക്കുന്നത്. ശോഭ അവരുടെ ബിസിനസ് കാര്യമായ അവർക്ക് വസ്ത്രം ഇതൊക്കെയുണ്ട്, സ്വന്തമായിട്ട് ഇതൊക്കെയുണ്ട്, ഓരോ വസ്ത്രങ്ങളും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ സെലിബ്രിറ്റികളൊക്കെ അവരുടെ ഇത് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ ശോഭ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, മാരാരുമായിട്ട് നല്ല ഇതായിട്ടുണ്ട്. ശോഭ എപ്പോഴും അത് കൂടുതലും മനസ്സിൽ വെക്കും. ഓരോ കാര്യങ്ങൾ ആരെങ്കിലും ഇത് വേണം, ശോഭയ്ക്ക് ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അത് മനസ്സിലിട്ട് ഭയങ്കരമായിട്ട് അവരെ എങ്ങനെയെങ്കിലും തകർക്കുന്ന ഒരു രീതിയിലാണ് ശോഭ വിശ്വനാഥിൻ്റെ ഇത്. പക്ഷെ മാരാർ അങ്ങനെയല്ല. മാരാർ പറയാനുള്ള മുഖത്ത് നോക്കി പറയും. നിങ്ങൾക്ക് ഇവരിൽ ആരാണ് ഇഷ്ടം? ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Okay, thank you. Bye bye.